Hello, hi, dear friends. Moong dal എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറുപരിപ്പ്. മൂങ് ദാൽ വെച്ചിട്ടുള്ള പായസം എൻ്റെ ഫേവറേറ്റ് ആണ് മൂങ് ദാൽ. മൂങ് ദാൽ കൊണ്ട് പല രീതിയിൽ പായസം ഉണ്ടാക്കാം. സാധാരണയായിട്ട് ശർക്കരയൊക്കെ വരട്ടി ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത് ചെറുപരിപ്പ് പായസം. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹോമിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യാൻ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ. ഇവിടെ പെട്ടെന്ന് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ മൂങ് ദാൽ ഒരു കപ്പ് ഇവിടെ റെഡി. ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എണ്ണ ഒന്നും ഒഴിക്കേണ്ട, നെയ്യ് വേണ്ട, ഒന്നും വേണ്ട. ഡ്രൈ റോസ്റ്റ് ഒരു ലൈറ്റ് ഒരു കളറാകുന്നവരെ എന്നിട്ട് വേവിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പ് പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ചെറുപരിപ്പ് അത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ഒരു കപ്പ് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി ഇത് ഒരുപാട് കളർ അങ്ങനെ മാറുന്ന പോലെ ആവരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറണം, അത്രേ ഉള്ളൂ. ഈ ഒരു പാകമായി കഴിഞ്ഞു. ഇതാണ് വേണ്ട പാകം. ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് അത്രേ ഉള്ളൂ. ചെറുതായിട്ട് മൂത്തൊരു മണവും വരുന്നുണ്ട്. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാര്യം പാത്രത്തിന് ചൂടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാണ്ട് ചില ഭാഗങ്ങൾ മാത്രം കരിഞ്ഞു പോകും. അത് പാടില്ല. ഇനി നമ്മളെന്താ ചെയ്യുക, ഇനി പാത്രത്തിലേക്ക് തിരിച്ച് വയ്ക്കാം. അങ്ങനെ റോസ്റ്റഡ് ചെറുപരിപ്പ് ഇവിടെ റെഡി. മൂങ് ദാൽ റോസ്റ്റഡ് കാണുന്നുണ്ടല്ലോ കളർ, ഇതാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഗോൾഡ്. അത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കണു. ഇനി ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റുമ്പോൾ അതിനോടൊപ്പം 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ 5 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ 5 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയ വെള്ളം. അപ്പോൾ lukewarm വാട്ടർ തന്നെ എടുക്കാം 5 കപ്പ്. എന്നിട്ട് അതിൽ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ 100 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റ് എടുക്കുന്നു, പൊട്ടിക്കുന്നു. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുക്കുന്നു. ബാക്കി ഇരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് എടുക്കും. ഓക്കെ, ഒരു 100 ഗ്രാംസ് നമ്മൾ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ 2 ടേബിൾ സ്പൂൺ ഫ്രം ദി 100 ഗ്രാംസ് അത്രേ ഉള്ളൂ. അപ്പോൾ വെള്ളം എടുക്കാം. അപ്പോൾ 5 കപ്പ് ചെറു ചൂടുവെള്ളം റെഡിയാണ്. ഇനി എന്താ വേണ്ടേ, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. ഓക്കെ, ഇനി അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിപ്പോൾ ഈ ഫുൾ പാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാൻ പോകും. ഇത് നോക്കിയേ, വളരെ ലൈറ്റ് ഒരു കളറല്ലേ ഉള്ളൂ. ഇത് എന്ത് തേങ്ങാപ്പാലാന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? ഇത്രയും കട്ടി കുറച്ചാണോ എടുക്കുന്നത്? പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അത് മതി. കാര്യം നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോകണം. അപ്പോൾ അല്ലാണ്ട് ഒരുപാട് തിക്കായിട്ട് ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചാൽ അത് പിരിഞ്ഞു പോകും. സാധാരണ ഏത് തേങ്ങാപ്പാലാണെങ്കിലും അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, കട്ടി കുറച്ച്. അപ്പോൾ കുക്കർ എടുത്തിട്ട് വരട്ടെ. യെസ്, ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മൂങ് ദാലും അതോടൊപ്പം ഈ ഒരു ലൈറ്റായിട്ട് കലക്കിയെടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ വെള്ളം എന്ന് പറയാം. ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് തീ നല്ലോണം കുറയ്ക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 വിസിൽ, ദെൻ നല്ലതായിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മളുടെ ചെറുപരിപ്പ് വെന്ത് കിട്ടും കറക്റ്റ് പാകത്തിന്. അത് കഴിഞ്ഞിട്ട് കാണാം ബാക്കി എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സ്. ഇപ്പോൾ കുക്കർ കറക്റ്റ് ടൈം ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരല്പം ആവിയെല്ലാം പോയിട്ട് തുറന്നു ഇളക്കി നോക്കട്ടെ. ആഹാ, കറക്റ്റ് പാകത്തിന് മൂങ് ദാൽ അതായത് ചെറുപരിപ്പ് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് പാലും ബാക്കിയുണ്ട്, കട്ടിയൊന്നും ആയിട്ടില്ല, കറക്റ്റാണ്. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഞാനത് ഉരുളിയിലേക്ക് മാറ്റാൻ പോകുന്നു. ഇതിപ്പോൾ കറക്റ്റ് ഒരു കണ്ടൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നല്ല രസമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആ കളർ സ്കീമെല്ലാം അത്രയും കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര എങ്ങനെയായിരിക്കുന്നത് അതിൻ്റെ കളറും എല്ലാം. പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനിയിപ്പോൾ തീ വീണ്ടും ഒന്നുകൂടി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിൻ്റെ ഭാഗം വരികയാണ്. അപ്പോൾ മധുരം ഒരു 400 ഗ്രാം ശർക്കര ചീകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. 300 മുതൽ 400 ഗ്രാം
ഇനി 250 ഗ്രാം വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പക്ഷേ ഇതിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. ഈ ഒരു മധുരം മാത്രമേ കിട്ടുള്ളൂ. അതനുസരിച്ചിട്ട് അപ്പോൾ കുറേശ്ശെ ചേർക്കാം ആവശ്യാനുസരണം. ഇനി ശർക്കര നന്നായിട്ട് ഇതിൽ കിടന്ന് ഉരുകി റെഡിയായി വരണം. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര ഉരുകുന്നവരെ നന്നായിട്ട് മെൽറ്റായി ഇതിനോടൊപ്പം ചേരണം. അപ്പോൾ ഒരു 400 ഗ്രാമാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് 1/4 ഭാഗം ചേർത്തു. ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടി ചേർക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ചെറിയ ഇതിൽ കിടക്കട്ടെ, നന്നായിട്ട് തിളച്ച് ഇതൊന്ന് ഉരുകി വരട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി റെസിപ്പി അല്ലേ? കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ചെറുപരിപ്പ് പ്രഥമനൊക്കെ അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കണമെങ്കിൽ കുറേ നേരം ശർക്കര ഉരുക്കി ഒഴിച്ച് വറട്ടി കുറച്ച് പ്രോസസ്സാണ്. അതൊന്നും വേണ്ടല്ലോ, വെറുതെ ശർക്കര ചീകിയിട്ടാൽ മതി. ഇനി അഴുക്കില്ലാത്ത ശർക്കര പ്രത്യേകം വാങ്ങാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ തിക്കായിട്ട് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ 400 ഗ്രാംസും കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇത് എൻ്റെ ഒരു പാകമാണിത്. ഇതൊരു ആവറേജ് മധുരമാണ്. ഇനി ഇതിലും കൂടുതലും വേണമെങ്കിൽ ആകാം. 500 ഗ്രാം, അതായത് 1/2 കിലോ വരെ ഇടാം. ഓക്കെ, പക്ഷേ അത്രയും വേണ്ട. 400 ഞാൻ ഒതുക്കുന്നു. ഇനി ഇതിൽ വലിയ പ്രോസസ്സൊന്നുമില്ല. ഇത് ഉരുകി റെഡിയായി വരും. അത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഞാൻ മധുരം നോക്ക്. എൻ്റെ ഒരു പാകത്തിന് ഒരു ആവറേജ് മധുരമുണ്ട്. ഇച്ചിരി കൂടെ വേണമെങ്കിൽ ആകാം കേട്ടോ. ഇപ്പോൾ ശർക്കരയെല്ലാം പാകത്തിന് ഉരുകി നന്നായിട്ട് 2-3 തിളയെല്ലാം വന്നു. തീ ഓഫ് ചെയ്തു ഞാൻ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പൊട്ടിച്ച 100 ഗ്രാംസ് ഓഫ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ബാക്കിയുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ അല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ബാക്കി ഇതിനകത്തുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാം. 1 കപ്പ് ചെറു ചൂടുവെള്ളം. അങ്ങനെ വെറും 2 മിനിറ്റ്സ്. അങ്ങനെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ് റെഡി. ഇനി ഇത് ഈ പായസത്തിലേക്ക് ഒഴിക്കണം. അടുപ്പെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. തീ കത്തിച്ചിട്ടില്ല, അല്ലാണ്ടാണ്. ഈ ഒരു ചൂടിൽ തന്നെ ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. അടുപ്പ് കത്തിച്ചിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ഏലക്ക പൊടിച്ചിടാം, പിന്നെ കുറച്ച് ചുക്കുപൊടി. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, നല്ല കറക്റ്റ് പാകത്തിന് കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റാണ്. ഇനി അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തിടൽ. കുറച്ച് നെയ്യ് ചൂടാക്കുന്നു, വറുത്തിടൽ. പാത്രം നല്ല ചൂടായി. നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി. നന്നായിട്ട് അണ്ടിപ്പരിപ്പിടാം ഫസ്റ്റ്. ഇനി അടുത്തത് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ. പെട്ടെന്ന് തന്നെ റെഡി. ഓക്കെ, സ്ട്രെയിറ്റ് നമ്മൾ നെയ്യോടുകൂടി ഇടുന്നു. അങ്ങനെ ബ്യൂട്ടിഫുൾ ഈസി ചെറുപരിപ്പ് പായസം റെഡി. അടിപൊളി. അങ്ങനെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് എത്ര എളുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയതല്ലേ. വെരി ഈസി, വെരി വെരി ഈസി. ഈസി മാത്രമല്ല, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൺസിസ്റ്റൻസി എല്ലാം പെർഫെക്റ്റ്. അപ്പോൾ ഈ അളവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇതേപോലത്തെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യാനിങ്ങനെ അത്യാവശ്യമായിട്ടിരിക്കുവാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. നിർത്താനേ തോന്നുന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. സെയിം റെസിപ്പി, സെയിം മെഷർമെൻറ്റ്സ്.
അങ്ങനെ തന്നെ ചെയ്താൽ ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.